ഒരു നല്ല ആക്ടർ എന്ന നിലയ്ക്ക് മമ്മൂട്ടി നമ്മളെ ഞെട്ടുകയാണെന്ന് തന്നെ പറയാം. തന്റെ പ്രായത്തിന്റെ പരമാവധി അദ്ദേഹം നമുക്കായി നൽകുന്നുണ്ട്. അത് ഇക്കാലം അത്രയും നമ്മൾ കണ്ടതാണ്. എന്നാൽ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് മമ്മൂട്ടി സക്സസ് ആണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാ ഇൻഡസ്ട്രിയിലേതും പോലെ മലയാളത്തിലും ഇന്ന് പല ആക്ടേഴ്സിനും സ്വന്തമായ പ്രൊഡക്ഷൻ ഹൗസുകളുണ്ട്. എന്നിരുന്നാലും റീസെന്റ് ടൈമിൽ ഒത്തിരി നല്ല ക്വാളിറ്റി മൂവീസ് തന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് തന്നെയാണ് മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനി. സോ ആകപ്പാടെ കുറച്ച് സിനിമകൾ മാത്രം തന്ന് മോളിവുഡിൽ ഇന്ന് നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ കരിയർ അനാലിസിസിലേക്ക് കടക്കാം. മമ്മൂട്ടി കമ്പനി 2021 എസ്റ്റാബ്ലിഷ് ചെയ്തതെങ്കിലും 2022 ആദ്യ പടം നിർമ്മിക്കുന്നത്. നൻപകൽ നേരത്ത് മയക്കം. 2022 ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഡയറക്ഷനിൽ മമ്മൂട്ടി നായകനായി വന്ന സിനിമയായിരുന്നു അത്. ഒരു പരസ്യം ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയ അടിപൊളി ഡ്രാമയായിരുന്നു അത്. ഒരുപക്ഷെ മമ്മൂട്ടിക്ക് പെർഫോം ചെയ്യാൻ ഒത്തിരി സ്പേസ് ഉണ്ടായിരുന്ന സിനിമ കൂടിയായിരുന്നു നൻപകൽ നേരത്ത് മയക്കം. ആ സിനിമയിലെ ഓരോ സീനും അത്ര പെർഫെക്റ്റ് ആയിരുന്നു. 4 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ ഏതാണ്ട് 9.7 കോടിയോളം രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ ലഭിച്ചിരുന്നു. തുടക്കമെന്ന നിലയ്ക്ക് അത് നല്ലൊരു സിനിമയായിരുന്നു മമ്മൂട്ടി കമ്പനിക്ക്. 2022 തന്നെ മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത പടം വരുന്നു, റോഷാക്ക്. നിസാം ബഷീറിന്റെ ഡയറക്ഷനിൽ വന്ന ഒരു കിടിലൻ മിസ്റ്ററി ത്രില്ലർ സിനിമയായിരുന്നു അത്. മമ്മൂട്ടിയുടെ നെഗറ്റീവ് ഷെയ്ഡ് ആക്ടിങ്ങും മറ്റ് ആക്ടേഴ്സിന്റെ പെർഫോമൻസും കൊണ്ടും വേറിട്ടൊന്നായിരുന്നു റോഷാക്ക്. പെട്ടെന്ന് ആർക്കും അത്ര അംഗീകരിക്കാൻ സാധിക്കാത്തതുമായ ക്യാരക്ടർ റോളും പുതിയ ഫീൽ തന്ന ലൊക്കേഷൻ ട്രൈ കൂടിയായിരുന്നു റോഷാക്ക്. പ്രത്യേകിച്ച് ഗ്രേസ് ആന്റണിയുടെയും ബിന്ദു പണിക്കരുടെയും ഒക്കെ ആക്ടിങ് സിനിമയുടെ വൻ വിജയത്തിന് ഒന്നുകൂടി ആക്കം കൂട്ടിയെന്ന് പറയാം. 15 കോടി രൂപ ബഡ്ജറ്റിൽ വന്ന സിനിമ ഏതാണ്ട് 40 കോടിയോളം രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നു. തുടർന്ന് 2023 മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച മൂന്നാമത്തെ സിനിമയായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. റോബി വർഗീസ് രാജിന്റെ ഡയറക്ഷനിൽ വന്ന സിനിമയായിരുന്നു അത്. കേരള പോലീസിന്റെ കണ്ണൂർ സ്ക്വാഡ് ടീമിന്റെ എക്സ്പീരിയൻസിലുണ്ടായ ചില സംഭവ വികാസങ്ങൾ സിനിമയായപ്പോൾ അതിലും തകർക്കുകയായിരുന്നു മമ്മൂട്ടി. ആക്ഷൻ ത്രില്ലർ ജോണറിൽ വന്ന കണ്ണൂർ സ്ക്വാഡ് സുഷിൻ ഷ്യാമിന്റെ മ്യൂസിക് കൊണ്ടും വേറിട്ട ത്രില്ലിംഗ് സീനുകൾ കൊണ്ടും മറ്റൊരു ഹിറ്റായി മാറി മമ്മൂട്ടി കമ്പനിക്ക്. റെസ്ട്രിക്റ്റഡ് ആയ പോലീസ് പ്രൊസീജിയേഴ്സിനെ ബ്രേക്ക് ചെയ്തും അല്ലാതെയും എങ്ങനെ ഒരു പോലീസ് ടീം അവരുടെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുവെന്ന് കാണിച്ചു തന്ന സിനിമയായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. വെറും 25 കോടി ബഡ്ജറ്റിൽ വന്ന പടം നല്ല പോസിറ്റീവ് റിവ്യൂസ് ലഭിച്ചതോടെ 100 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി വൻ വിജയമായി മാറി. പിന്നീട് അതേ വർഷം തന്നെ അടുത്ത സിനിമ വന്നു, കാതൽ. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ തുടങ്ങിയ സിനിമകളുടെ ഡയറക്ടർ ജിയോ ബേബിയുടെ ഡയറക്ഷൻ വന്ന കോർട്ട് റൂം ഡ്രാമയായിരുന്നു കാതൽ. മമ്മൂട്ടിയും ജ്യോതികയും ഒന്നിച്ചഭിനയിച്ച കാതൽ ഹോമോസെക്ഷൽ കോൺസെപ്റ്റിനെ അത്രമാത്രം ഡെപ്തായി പറഞ്ഞിരുന്നു. കാതലിലെ മമ്മൂട്ടിയുടെ പെർഫോമൻസിന് ഒത്തിരി അപ്രീസിയേഷൻസ് ലഭിച്ചെങ്കിലും കൊമേഴ്ഷ്യലി വലിയ സക്സസ് ആയില്ലെന്ന് പറയാം. ഒരുപക്ഷെ അത്തരമൊരു കഥയായതുകൊണ്ടാവാം ഫാമിലി ഓഡിയൻസ് പോലും കാണാൻ മടിച്ചിരുന്നു കാതലിന്. 13.5 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ ഏതാണ്ട് 14.5 കോടിയോളം രൂപ മാത്രമേ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ ലഭിച്ചിരുന്നുള്ളൂ. തുടർന്ന് 2024 മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത പടം വന്നു, ടർബോ. മിഥുൻ മാനുവൽ തോമസിന്റെ റേറ്റിംഗിൽ വൈശാഖ് ഡയറക്ട് ചെയ്തു വന്ന സിനിമയായിരുന്നു അത്. കോമഡി ആക്ഷൻ ജോണറിൽ വന്ന ടർബോ മമ്മൂട്ടി കമ്പനിക്ക് മറ്റൊരു സൂപ്പർ ഹിറ്റായി മാറി. 30 കോടിയോളം ചിലവിൽ വന്ന ടർബോ 72 കോടിയോളം രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി. പിന്നീട് 2025 മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്തു വന്ന പടമായിരുന്നു ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഗൗതം വാസുദേവ് മേനന്റെ ഡയറക്ഷനിൽ വന്ന മിസ്റ്ററി കോമഡി ത്രില്ലർ സിനിമയായിരുന്നു അത്. ഒരു എക്സ് പോലീസ് ഓഫീസറിൽ നിന്നും ഡിറ്റക്റ്റീവായി മാറിയ ഡൊമിനിക് എന്ന ക്യാരക്ടർ മമ്മൂട്ടി തകർത്തഭിനയിച്ചിരുന്നു. വളരെ വ്യത്യസ്തമായ സ്റ്റോറി ടെല്ലിംഗ് കൊണ്ടും സീൻസ് കൊണ്ടും മികച്ചതായിരുന്നു ഡൊമിനിക്. ഒരുപാട് കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യാവുന്ന ഡെപ്തായ സോഷ്യൽ സ്റ്റാൻഡ്സ് ഫോക്കസ് ചെയ്തിരുന്ന സിനിമ ഗൗതം മേനന്റെ നല്ലൊരു മലയാളം ട്രൈ ആയിരുന്നു. പക്ഷെ വലിയൊരു സോഷ്യൽ ഇഷ്യൂ ചർച്ച ചെയ്ത ഈ മമ്മൂട്ടി സിനിമയും വലിയ കൊമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നില്ല. 19 കോടി രൂപ ബഡ്ജറ്റിൽ വന്ന സിനിമ ഏതാണ്ട് ഇട്ട ബഡ്ജറ്റിന് ഈക്വലായി 19.9 കോടിയോളം രൂപ മാത്രമാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്. അങ്ങനെ 2025 നമ്മളെല്ലാവരെയും മമ്മൂട്ടി കമ്പനി ഒന്നുകൂടി ഞെട്ടിച്ചു എന്ന് പറയാം. യെസ്, കളങ്കാവൽ. നവാഗത സംവിധായകൻ ജിതിൻ കെ ജോസിന്റെ ഡയറക്ഷൻ വന്ന കളങ്കാവൽ ഒരു ആക്ടർ എന്ന നിലയ്ക്കും ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്കും മമ്മൂട്ടിയെ ഒരുപടി മേലെ ഉയർത്തിയെന്ന് പറയാം. നെഗറ്റീവ് ഷെയ്ഡിൽ മമ്മൂട്ടി എത്തിയപ്പോൾ എതിരെ നിന്ന വിനായകന്റെ പെർഫോമൻസ് പോലും വളരെ മികച്ചതായി മാറി. റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് വന്ന കളങ്കാവലും ഓഡിയൻസ് വലിയ ആഘോഷമാക്കി. 29 കോടി രൂപ ചെലവിൽ വന്ന കളങ്കാവൽ ഏതാണ്ട് 82 കോടിയോളം രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി ഹിറ്റടിച്ചു. സോ ഈ ഒരു സിനിമകൾ കൊണ്ട് തന്നെ മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ട പ്രൊഡക്ഷൻ ഹൗസായി മാറി മമ്മൂട്ടി കമ്പനി. പലരും അവരവരുടെ സേഫ് സോണിൽ അറിയാവുന്ന ഡയറക്ടറെ വെച്ച് പടം ചെയ്യുന്ന സമയത്താണ് മമ്മൂട്ടി കമ്പനി പുതിയ സംവിധായകർക്ക് ചാൻസ് കൊടുക്കുന്നത്. സോ അതെനിക്കൊരു വലിയൊരു പോസിറ്റീവ് ഫാക്റ്റായി തോന്നി. ഇനി വരാനിരിക്കുന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ പദയാത്ര ഉൾപ്പെടെ ഒത്തിരി നല്ല ക്വാളിറ്റി സിനിമകൾ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്തു വന്ന സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.